ഹൂത്തികൾ ഇസ്രയേലിനെതിരെ വീണ്ടും ആക്രമണം തുടരുകയാണ്. ടെല്ലവീവ് നെഗേറിലെ റാമോൺ വിമാനത്താവളത്തിൽ ഹൂത്തികൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പാസഞ്ചർ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചു. 2023 അവസാനത്തോടെ ഹൂത്തികൾ ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിച്ച ശേഷം ഇസ്രയേലിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഹൂത്തികൾ നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇത് ആദ്യമാണ്. എന്നാൽ യമനിൽ നിന്ന് ഹൂത്തികൾ വിക്ഷേപിച്ച 3 ഡ്രോണുകൾ തടഞ്ഞതായും ഇസ്രയേൽ സൈന്യം പറയുന്നു. ഡ്രോണുകളിൽ ഒന്ന് റാമോൺ വിമാനത്താവള പ്രദേശത്ത് വീണതായും ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും സൈന്യം പിന്നീട് പറയുകയും ചെയ്തു. ഹൂത്തികളുടെ ഡ്രോൺ ഇടിച്ചതിനെ തുടർന്ന് നെഗേവിലെ റാമോൺ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിന് കേടുപാടുകൾ സംഭവിച്ചതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയും റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണത്തിൽ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗാസയിലെ പലസ്തീനികളെ പിന്തുണച്ചാണ് ഇസ്രയേലിനും ഇസ്രയേലി തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കും നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും ഹൂത്തികൾ പറയുന്നു. ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നത് അനുവദിക്കുന്നത് വരെ ആക്രമണങ്ങൾ അവസാനിക്കില്ലെന്നും ഹൂത്തികളുടെ ഗ്രൂപ്പ് പറയുന്നുണ്ട്. ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് ഹൂത്തികൾ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇസ്രായേലി നാവികൻ കൊല്ലപ്പെടുകയും 4 കപ്പലുകൾ മുങ്ങുകയും ചെയ്തിരുന്നു. മറ്റൊരു കപ്പൽ ഹൂത്തികൾ തട്ടിക്കൊണ്ടുപോയി. കപ്പലുകൾക്ക് നേരെയുള്ള ഹൂത്തി ആക്രമണങ്ങളിൽ കുറഞ്ഞത് 9 നാവികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ വ്യോമസേന ഹൂത്തികളുടെ 3 ഡ്രോണുകൾ തടഞ്ഞതായി IDF ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. അവയിൽ 2 എണ്ണം ഇസ്രായേലി വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് വെടിവെച്ചിടുകയും ചെയ്തു. യമനിൽ നിന്ന് വിക്ഷേപിച്ച മറ്റൊരു ഡ്രോൺ റാമോൺ വിമാനത്താവള പ്രദേശത്ത് വീണു. എന്നാൽ അവിടെ അലാറങ്ങളൊന്നും മുഴങ്ങിയില്ല. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണെന്നും എക്സ് പ്ലാറ്റ്ഫോമിലെ ട്വീറ്റിൽ ഇസ്രായേലി സൈനിക വക്താവായ അവിചായ് അഡ്രേ പറഞ്ഞു. യമനിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ ചെങ്കടൽ നഗരമായ എല്ലറ്റിനടുത്തുള്ള റാമോൺ വിമാനത്താവളത്തിലെ അറൈവൽ ഹോളിലേക്കാണ് ഇടിച്ചിറങ്ങിയതെന്ന് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. എത്രയും വേഗം സാധാരണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണെന്നും ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി പറഞ്ഞു. ഒക്ടോബർ 28-ന് സനയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രിയും 9 മന്ത്രിമാരും 2 മുതിർന്ന ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടതിലൂടെ നേരിട്ട വൻ തിരിച്ചടി മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹൂത്തികൾ ഇസ്രയേലിൽ ഈ ഡ്രോൺ ആക്രമണം നടത്തിയത്. സനായിലെയും അൽഹുദയിലെയും ഹൂത്തി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ 15 തവണ വ്യോമാക്രമണം നടത്തി. അതിലേറ്റവും ശ്രദ്ധേയമായ ആക്രമണം നടന്നത് ഓഗസ്റ്റ് 28-നായിരുന്നു. പ്രധാനമന്ത്രിയും മന്ത്രിമാരും കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിനെതിരെ ആക്രമണം ശക്തമാക്കുമെന്ന് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി അന്ന് ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു സംഭവത്തിൽ ഇന്ന് രാവിലെ ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രയേലിലേക്ക് 2 റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇതിൽ ഒന്ന് ഇസ്രയേൽ സൈന്യം തടഞ്ഞു. മറ്റൊന്ന് തുറന്ന പ്രദേശത്ത് പതിച്ചതായി ഇസ്രയേൽ സൈനിക വക്താവ് അവിചായ് അഡ്രൈ എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനത്തിൻ്റെ സൈനിക വിഭാഗമായ അൽഖുസ് ബ്രിഗേഡ്സ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേലിൻ്റെ ക്രൂരകൃത്യങ്ങൾക്കുള്ള പ്രതികരണമായാണ് റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് അൽഖുസ് ബ്രിഗേഡ്സ് പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഗാസയിൽ ഇസ്രായേൽ ഇപ്പോൾ അവസാനവട്ട ആക്രമണം നടത്തുകയാണ്. പൂർണ്ണമായും ഗാസ പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതിനെതിരെയാണ് ഇപ്പോൾ ഹൂത്തികളും അൽഖുസ് ബ്രിഗേഡുമെല്ലാം പ്രതികരിക്കുന്നത്.